എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉത്സവപ്പറമ്പിലും ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ മുളക് ബജി വാങ്ങി കഴിക്കാറില്ലേ, ആ മുളക് ബജി തയ്യാറാക്കണതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി കിട്ടില്ലേ, ഒരു റെഡ് കളർ ചമ്മന്തി, അതും കൂടി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ മുളക് ബജിയുടെ കൂടെ ഈ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണില്ലേ. വീട്ടിൽ നമുക്ക് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റൊന്നും വരില്ല, എന്നാലും അതേപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതിനായി ബജി മുളകാണ് വാങ്ങേണ്ടത് കേട്ടോ. വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി ബജി ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായി 1.5 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ അളവിനനുസരിച്ച് മാവിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. അല്പം കാശ്മീരി ചില്ലി കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് സാധാരണ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. നന്നായി അരച്ചത് വേണം കേട്ടോ, ചതച്ചിട്ടൊന്നും ഇടരുത്. മാവിലിങ്ങനെ വേർപെട്ട് പോവും, ബജി കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ, മാവ് കവറാവില്ല. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് കായാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന കായല്ലേ, കായത്തിൻ്റെ പൊടി ഒരല്പം ഇട്ട് കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവുന്നവർക്ക് അതിനനുസരിച്ചും ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് ഇളക്കി മിക്സ് ചെയ്യണം. മാവ് പതയ്ക്കാനായിട്ട് ഈസ്റ്റോ അപ്പക്കാരോ വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഇതേപോലെ തിക്കായിരിക്കണം. ഇനി നമുക്കത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം, എന്നാലേ നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വരുള്ളൂ. ഈസ്റ്റ് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് മുളക് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 7 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 10 രൂപയേ ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും അല്ലേ. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. സെൻറ്ററിൽ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അരികളൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് വേണം ഇടാൻ. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ലല്ലോ പൊരിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ കേട്ടോ. സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരികളെല്ലാം ഒന്ന് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ മാവിൽ കുഴഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ബജി കവറായിട്ടുണ്ടാവില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കളയണമെന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. ഇതാ മുളകെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നന്നായി പതച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ മുളകും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മാവിൽ മുക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓരോ മുളകും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കൂ, അങ്ങനെ ഓരോന്നും വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫുള്ളും ഫ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ മാവ് മാത്രം കരിയും. അപ്പോൾ അത്ര ടേസ്റ്റ് ആവില്ല. ഉള്ളിലുള്ള മുളകും കുറച്ച് സോഫ്റ്റ് അല്ലേ, അതും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സ്ലോവിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കുറച്ചിട്ടൊക്കെ കൊടുത്ത് വറുത്ത് കോരി എടുക്കാം. അതേപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴാണ് കേട്ടോ വറുത്ത് കോരി എടുക്കേണ്ടത്. നമുക്ക് എന്ത് സിമ്പിളാണെന്ന്, ഇത്ര ചിലവും കൂടി ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ മുളക് ബജിയുടെ അളവ്, അതിൻ്റെ കൂടെ ഈ അളവിനെടുത്ത ചമ്മന്തി കൂടുതലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെച്ചാൽ അതും അല്പം ചേർത്താൽ നല്ല കളറായിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. നിർബന്ധമായിട്ടും ചേർക്കണം. ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട്, ഇനി പുളിക്ക് ആവശ്യമുള്ള വിനാഗിരിയാണ്. 2 സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാത്തവർക്ക് മറ്റു പുളികൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വിനാഗിരി ചേർത്തപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂണൊക്കെ മതിയാവും. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നോക്കൂ, ചമ്മന്തി കൂടി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ. എല്ലാവരും അഭിപ്രായം പറയൂ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.